السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والإمام الشاريات وصائر أشياخه وأسلافه وأخلافه وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ മുഹറമുൽ ഹറാമിൻ്റെ 12ാമത്തെ ദിനം. ഇനി 2 മാസം കഴിഞ്ഞാൽ ഈദുൽ അയ്യാദ് റബീഉന്നൂർ 12, മുഹറം മാസം, അഹ്ലു ബൈത്തിൻ്റെ മാസം, മശായിഖ് അഹ്ലുസുന്നയുടെ മാസം, അതോടുകൂടെ സഫറുൽ ഖൈർ, സഫറുൽ മുദഫർ, ആഷിഖീങ്ങളുടെ മാസം. അതിൻ്റെ ശേഷം റബീഉന്നൂർ, റബീഉൽ അവ്വൽ ഷരീഫ്, പുണ്യമാസം. അള്ളാഹു ഈ മാസങ്ങളിലും അതിൻ്റെ മാഖബുൽ മാബഅദ് മാസങ്ങളിലെല്ലാം ധാരാളം ഖൈറും ബറക്കത്ത് നൽകി ആ പുണ്യദിനങ്ങളിലൊക്കെ അനുസ്മരിക്കപ്പെടുന്ന മഹത്തുക്കളുടെ ദറജാത്ത് ഉയർത്തി അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും 15 ദിവസമാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിന് ബാക്കി ഉള്ളത്. മുഹറം 27. മുഹറം 27ൻ്റെ മുമ്പ് ഈ സന്ദേശം മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ വരെയുള്ള മഹാന്മാരെ അനുസ്മരിക്കുകയും അവർ തവസ്സുലാക്കുകയും മാത്രമല്ല മഹാനവറുകൾ തവസ്സുല് ചെയ്തിരുന്ന സർവ്വമഹാന്മാരെയും തവസ്സുല് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളിലേക്ക് ഒന്ന് ഇത്തിസാലാവുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർബ്, സാമീപ്യം കരസ്ഥമാക്കുകയും ചെയ്യണം എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ പഠിപ്പിച്ച സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പകർത്തേണ്ടതുണ്ട്. ദറൂറിയാത്തുദ്ദീന്, ദറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, അഹ്കാമു ശർഇയ്യ, ശരീഅത്തുൽ ഇസ്ലാമിയുടെ നിയമങ്ങൾ അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ സുന്നിയായി ജീവിക്കാൻ നാമൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു ഈ മഹത്തുക്കളെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ പുണ്യ ആചാരങ്ങളായിരിക്കുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ സിയാദത്ത്, നമ്മുടെ തഖ്വയുടെ സിയാദത്ത്, അതുപോലെ നമ്മുടെ അഅ്മാല് സ്വാലിഹാക്ക് കബൂലിയത്ത് ലഭിക്കാൻ, തഈദ് ലഭിക്കാൻ നമ്മൾ ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ പുണ്യ ആചാരങ്ങൾ ഹയാത്താക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മഹത്തുക്കളെ തവസ്സുല്, പ്രത്യേകിച്ചും അവരുടെ അനുസ്മരണം. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളുടെ അനുസ്മരണം അത് വലിയ ഒരു പുണ്യ ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഇബാദത്ത് അംബിയാക്കളെ തവസ്സുല് ചെയ്തിട്ടുള്ള അംബിയാക്കളുടെ അനുസ്മരണം. അതോടുകൂടെ സ്വാലിഹീങ്ങളുടെ മഹത്വം, ദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളുടെ മഹത്വം പറയുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ മാഫ് ചെയ്യപ്പെടുന്നു. അതോടുകൂടെ റബൽ ഈമാനു ഫി ഖൽബിഹി, ഈമാനിൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിൽ കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ അഷിയാഖ്, അവിടുത്തെ അസ്ലാഫ്, അവിടുത്തെ അഖ്ലാഫ്, മുൻഗാമികളും പിൻഗാമികളുമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ മഹത്തുക്കൾ, പ്രത്യേകിച്ചും മഹാനായ ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ആബാ, അജ്ദാദ്, അഷിയാഖ്, മഹാനവറുകളുടെ സിൽസിലകൾ നോക്കുമ്പോൾ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് നമ്മൾ സാധാരണയിൽ പറയാറുള്ള മഹത്തുക്കളുടെ അധിക മഹത്തുക്കളും ആ മഹാനവറുകളുടെ സനദിൽ, സിൽസിലയിൽ വരാതിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മഹാന്മാരെ എപ്പോഴും തവസ്സുൽ ചെയ്യേണ്ടതുണ്ട്. മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല മഹാന്മാരെ മുഖേന നൽകിയതായിരിക്കുന്ന ഒരുപാട് നിഅമത്തുകൾ,
അതിൽ ഒന്ന് മഖ്സനുസ് സലാസിലിൽ ഹുസൈനിയ എന്ന് പറയുന്ന മഹാനവറുകളുടെ സിൽസിലകൾ 191 പരമ്പരയുള്ള സിൽസിലകളുള്ള ആ മഹത്തായ മഖ്സൻ, അതോടുകൂടെ അൽ ഇജാസാത്തുൽ മദീന ലി ഉലമാഇ മക്കത്ത വൽ മദീന എന്ന് പറയുന്ന ഏകദേശം 13ഓളം വരുന്ന അതോടുകൂടെ ഒരുപാട് സിൽസിലകളിലുമുള്ള, അതുപോലെ അന്നൂർ വൽ ബഹാലി അസാനീദിൽ ഹദീഫി വ സലാസിലിൽ ഔലിയാ തുടങ്ങിയ ഒരുപാട് സിൽസിലകളുള്ള മഹാനായ ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയും അവിടുത്തെ അഷിയാഖിൻ്റെയും അവിടുത്തെ സിൽസിലുള്ള സർവ്വ മഹത്തുക്കളുടെയും ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും മഹാനായ ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വ നഫഅനാ ബിഹി മഹാനവറുകളുടെ മശായിഖുകളിൽ പ്രത്യേകിച്ചും അവിടുത്തെ പിതാവായ ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലിയു ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖുൽ അറബി വൽ അജം അഷെയ്ഖ് ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മകനും ഖലീഫയായ അഷെയ്ഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയതിൽ മുഖേന ഉള്ള അവിടുത്തെ ഖാദ്രിയ സിൽസില, അതോടുകൂടെ ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ മറ്റു സിൽസിലുള്ള സർവ്വമഹാന്മാരെയും തവസ്സുലാക്കണം. ആ മഹാന്മാരെ പേരിൽ ഇതാഖത്തു സുഗ്റ എന്ന നിലക്ക് 70,000 തഹ്ലീൽ, ഇതാഖത്തുൽ കുബ്ര എന്ന നിലക്ക് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ ഒരുപാട് ഖുർആൻ ഖത്മുകൾ, ഒരുപാട് തഹ്ലീലുകൾ, ഒരുപാട് സ്വലവാത്ത് തസ്ലീമാത്തുകൾ ധാരാളം ചൊല്ലി ഒരുപാട് ഇൽമുകൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട്, ഇൽമുകൾ പഠിച്ചുകൊണ്ട് അതെല്ലാം ഈ മഹത്തുക്കളുടെ പേരിൽ നമ്മൾ ഹദിയ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വർഷത്തിൽ ഒരു 2 ദിവസത്തിന് ഷാരിയം ഷെരീഫിലേക്ക് വന്നാലും മഫാത്തിഹുസ് സഅദാത്ത് 2 ദിവസം കൊണ്ട് പരിപൂർണമായി മുതാല ചെയ്തത് മഹാനവറുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു മാസങ്ങളിലും ഏതെങ്കിലും ദിവസങ്ങൾ ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിതാബുകൾ മുതാല ചെയ്ത് തീർത്ത സംഭവങ്ങൾ വളരെ പ്രസിദ്ധമായി തന്നെ മഹാനവറുകൾ തന്നെ വറഖാത്തുൽ അസ്ഹരിയ തുടങ്ങിയ ഒരുപാട് തൈലീഖാത്തുൽ അസ്ഹരിയിൽ പല സ്ഥലത്തും മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. തഹദീസുൻ നിഅമത്ത് നിലക്ക് മഹാനവറുകൾ അത് എടുത്തുദ്ധരിച്ചിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നമുക്ക് കഫാറത്താകുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളായി അള്ളാഹു ആക്കിത്തിരുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വ നഫഅനാ ബിഹി എപ്പോഴും തവസ്സുൽ ചെയ്തിരുന്ന ബദറിയത്ത്, ഉഹുദിയത്ത് നമ്മൾ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മൾ പാലിക്കേണ്ടതാണ്. ഇന്ന് പലപ്പോഴും എന്തെങ്കിലും വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലവാത്ത് തസ്ലീമാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവസ്സുൽ, അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇസ്തിഗാസ, അതുപോലെ ബദറിയത്ത്, ഉഹുദിയത്ത്, ഖുതുബിയത്ത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മുസീബത്തോ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ആണ് പലപ്പോഴും പലരുടെയും ചിന്ത ഉണ്ടാകുക. എന്നാൽ ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവർ സകല സമയത്തും സ്വന്തമായി അള്ളാഹുവിൻ്റെ മെഹബൂബീങ്ങളെ അനുസ്മരിക്കുകയും അതുപോലെ ലോകജനങ്ങൾക്ക് തവസ്സുലാക്കാൻ അനുസ്മരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാവ്യക്തിത്വമാണ് ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കാണാം. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാഇ യഅരിഫുക ഫി ശിദ്ദതി എന്ന് കൻസുൽ അമ്മാൽ 3221 ഹദീസ് 2-ാം വാല്യം 79-ാമത്തെ പേജിൽ കാണാം. അതായത് സലാമത്തുള്ള സമയം, സന്തോഷമുള്ള സമയം, നല്ല ആഫിയത്തുള്ള സമയത്ത് മഹത്തുക്കളെ പേരെടുത്താൽ മുസീബത്തിൻ്റെ സമയത്ത് അവർ കാവല് നൽകും, അവർ സഹായിക്കും എന്ന് മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചതുപോലെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ സന്തോഷഘട്ടത്തിലും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യുക, അതോടുകൂടെ മഹത്തുക്കളെ അനുസ്മരിക്കുക. എന്നാൽ യഅരിഫുക ഫി ശിദ്ദത്തി വിഷമഘട്ടത്തിൽ മുസീബത്ത് സമയത്ത് അവർ നമ്മളെ സഹായിക്കും എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദുൽ മുത്തഖിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൽ ഉമ്മാൽ 3221 ഹദീസ്, അതായത് 2-ാം വാല്യം 79-ാമത്തെ പേജിൽ അബുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് ഉദ്ധരിച്ചത് കാണാം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാനെ തൊട്ടൊക്കെ ഒരുപാട് സനദ് ഹസനോടുകൂടെ റിവായത്തുള്ള ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഈ വിഷയവുമായി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലു സുന്ന അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ അത്താ നബവിയ്യ ഫിൽ ഫതാവ റൾവിയുടെ 17-ാം വാല്യം 62-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മൾ മഹത്തുക്കളെ എപ്പോഴും അനുസ്മരിക്കണം. എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി ചെറിയ നിലക്കാണ് ബഹുമാനപ്പെട്ടവർ ബദ്രിയത്ത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ബദ്രീങ്ങൾ എപ്പോഴും തവസ്സുലാക്കണം. ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് മഹാന്മാരായ ബദ്രീങ്ങൾ. അസ്ഹാബുൽ ബദ്ർ റളിയല്ലാഹു അൻഹും അവരോട് സലാം പറഞ്ഞ് അവരോട് ഇസ്തിഗാസ നടത്തി അവരുടെ അസ്മാ ചൊല്ലിക്കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ഒരു പ്രത്യേകമായി തന്നെ മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബദ്രി എഴുതി. ഇന്ന് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ അക്കാബിരിങ്ങളായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ നിർദ്ദേശവും ഇജാസത്തനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഖസീദത്തുൽ ബദ്രിയ ഉൾപ്പെടെയുള്ള മഹദറത്തുൽ ബദ്രിയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മഹാന്മാരായ ബദ്രീങ്ങൾ എപ്പോഴും തവസ്സുലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇമാം ശാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷജറ സിൽസില ലഭിക്കുന്നത് എല്ലാം വ്യക്തമായിട്ടും അല്ലാത്തത് മൊത്തത്തിൽ മഹാനവറുകൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ മശായിഖിനെയും നമ്മൾ തവസ്സുലാക്കേണ്ടതുണ്ട്. കാരണം ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമത്തുൽ കിതാബ് 1-ാം വാല്യം 12-ാമത്തെ പേജിൽ തന്നെ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരെ തൊട്ട് പറഞ്ഞത് കാണാം. ലൗലൽ ഇസ്നാദു ലഖാല ഫിദ്ദീനി മൻ ഷാഅ മാ ഷാഅ എന്ന നിലക്ക് ഔലിയാക്കളുടെയും ഫുഖഹാക്കളുടെയും ഇമാമായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹദീസിൻ്റെ സനദുള്ളതുപോലെ അതുപോലെ ത്വരീഖത്തിൻ്റെ ഷജറ അതുപോലെ ഇജാസത്തിൻ്റെ ഷജറ ആ ഷജറക്കും വലിയൊരു മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട്. അസ്ഹാബുൽ കഹഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസ്മാ മുബാറക ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികളായ അവരുടെ പേരിൽ എത്രമാത്രം മഹത്വമുണ്ട്. എന്നാൽ ഈ ഉമ്മത്ത് മുഹമ്മദിയുള്ള മഹത്തുക്കൾ മഹാന്മാരായ ബദ്രീങ്ങൾ, അതുപോലെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ സിൽസിലുള്ള മശായിഖുകൾ, അതുപോലെ മറ്റു ത്വരീഖത്തിൻ്റെ സിൽസിലുള്ള മശായിഖുകൾ, അവിടെ ഇസ്മുകൾ വലിയ പുണ്യമുള്ളതാണ്, വലിയ ബർക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നീണ്ട സുആലിൽ ഒരു ചോദ്യത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവ റൾവിയയുടെ 17-ാം വാല്യം 62-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ചില കള്ളത്വരീക്കത്തുകാർ ചില ദീനിൻ്റെ ശത്രുക്കളൊക്കെ ഷജറയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ജാമി റഹ്മത്തുള്ളാഹിയുടെ ഇബാറത്തിൽ കടത്തിക്കൂട്ടിക്കൊണ്ട് ഷജറയെ തള്ളിപ്പറഞ്ഞ സമയത്ത് ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി പറഞ്ഞത് ഷജറ എന്ന് പറയുന്നത്, സിൽസില എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഒരു അടിമയുടെ സനദ് മുത്തസിലാകാനുള്ള ഒരു മാർഗമാണ്. ഹദീസിൻ്റെ സനദിൽ ഉള്ളതുപോലെ ഈ മഹാന്മാരുടെ സിൽസില അതിലും വലിയ ബർക്കത്ത് ഉണ്ട്. ഹദീസിൻ്റെ സനദ് വളരെ ആധികാരികത ഉള്ളതുപോലെ ഈ മഹത്തുക്കളുടെ സനദിലും വലിയ ബർക്കത്തുണ്ട് എന്ന് മഹാനായ ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് മഹത്തുക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു, ഷജറ ഖ്വാനീസെ മുതഅദ്ദിദ് ഫവായിദ് ഹൈ. ഷജറ ചെല്ലുക എന്ന് പറഞ്ഞത്, സിൽസില ചെല്ലുക എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഇത്തിസാലിൻ്റെ സനദ്, അതിൻ്റെ സംരക്ഷണം. രണ്ടാമത്തത് സ്വാലിഹീങ്ങളുടെ ദിക്ർ കൊണ്ട് ഒരുപാട് റഹ്മത്തുകൾ ഇറങ്ങുമല്ലോ. മൂന്നാമത്തത് ഈ മഹത്തുക്കൾക്ക് ഹദിയാക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അവരെ ഹദ്റത്തിലേക്ക് നമ്മൾ ഹദിയാക്കുമ്പോൾ അവർ പ്രത്യേകമായ തിരുനോട്ടമുണ്ടാകുമെന്നും. നാലാമത്തത് വിഷമഘട്ടത്തിൽ നമ്മളവർ സഹായിക്കാൻ, നമ്മുടെ സന്തോഷഘട്ടത്തിലും എല്ലാ സമയത്തും അവർ തവസ്സുലാക്കുമ്പോൾ, ആ ഷജറ ചെല്ലുമ്പോൾ, ആ ഷജറയുടെ പുണ്യനാമങ്ങൾ പറയുമ്പോൾ, അവരെ തവസ്സുലാക്കുമ്പോൾ അവരുടെ മദദ് കാരുണ്യം നമുക്കുണ്ടാകുമെന്ന് ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഒരുപാട് സനദ് സിൽസില നമുക്ക് എല്ലാം ചെല്ലാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളെല്ലാം മഹാനവറുകൾ വഫാത്തായ ദിനം മുഹറം 27 മഖ്സനുസ് സലാസിലിൽ ഹുസൈനിയ, അതുപോലെ ഇജാസത്തുൽ മദീന, അന്നൂർ വൽ ബഹാരി അസാനീദിൽ ഹദീസ് വ സലാസിലിൽ ഔലിയ, അതുപോലെ സബത്തുൽ അസ്ഹർ
തുടങ്ങിയ ഒരുപാട് അവിടുത്തെ മശായിഖിൻ്റെ സിൽസിലകൾ, അതുപോലെ മദാഹിബുൽ അർബഅയുടെ സിൽസില, മഹാനബറുകളുടെ സിൽസിലുള്ള ആ മഹത്തുക്കളെല്ലാം കൈവതും പേരുകളൊക്കെ പറഞ്ഞ് അവർ തവസ്സുലാക്കി ഒരുപാട് മജ്ലിസുകൾ മഹാനബറുകളുടെ വഫാത്ത് ദിനം പലപ്പോഴും നടത്താറുണ്ട്, പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. അതേപോലെ ആ വഫാത്ത് ഷരീഫിൻ്റെ തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലും നടത്താറുണ്ട്. എന്നാൽ നമുക്ക് പരിപൂർണമായിട്ടില്ലെങ്കിലും ഫുള്ളും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫുള്ളും ഒഴിവാക്കരുത് എന്ന നിലക്ക് നമുക്ക് പറ്റുന്ന ആ മഹാനബറുകളുടെ സനദിലുള്ള, മഹാനബറുടെ ഷജറയിലുള്ള, മഹാനബറുടെ സലാസിലുള്ള ഒരുപാട് മഹത്തുക്കളെ നമ്മൾ അനുസ്മരിക്കുകയും അവരെ തവസ്സുലാക്കുകയും അവരുടെ പേരിൽ ധാരാളം പരിശുദ്ധ ഖുർആനുകൾ, അതുപോലെ പരിശുദ്ധ സ്വലവാത്ത് തസ്ലീമാത്തുകൾ, തഹ്ലീലുകൾ, അതുപോലെ തസ്ബീഹുകൾ, ബാഖിയാത്തു സ്വാലിഹാത്തായ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തുടങ്ങിയ ബാഖിയാത്തു സ്വാലിഹാത്ത്, അതുപോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ പല സ്ഥലത്തും മഹാനവറുകളുടെ പേരിൽ ആടുകൾ അറക്കാറുണ്ട്. അതുപോലെ പല സ്ഥലത്തും, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും ചില വീടുകളിലൊക്കെ കോയർത്ത് ഹദിയ ചെയ്യാറുണ്ട്. അതോടുകൂടെ ഹൈദരാബാദിലും തമിഴ്നാട്ടിലും ചില സ്ഥലങ്ങളിൽ കോയർത്ത് ഹദിയ ചെയ്യാറുണ്ട്. എന്നാൽ കർണാടകയിലെ പല സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ മഹാനവറുകളുടെ പേരിൽ കോയി ഹദിയാക്കി ആ കോയി മുഹറം 27 അറുത്ത് അവർ മൗലൂദിൻ്റെ മജ്ലിസും മറ്റും നടത്താറുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ മഹാനവറുകളുടെ പേരിൽ മരങ്ങളും ചെടികളും തൈകളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് അത് ഇമാം ശാരിയാത്ത് റഹിമുള്ളാഹിൻ്റെ പേരിലും മശായിഖിൻ്റെ പേരിൽ ഹദിയ ആക്കാറുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ മഹാന്മാരുടെയും ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. മഹാനവറുകളെ സ്നേഹിച്ചുകൊണ്ട് ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയക്ക് ഒരുപാട് ഖിദ്മത്ത് കച്ചുകൾ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ അഹ്സനായ ആളമായ ജസാ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിന് 15 ദിവസമാണുള്ളത്. നമ്മൾ ഒരുപാട് പറയപ്പെട്ട വസ്തുക്കളൊക്കെ അധികരിപ്പിക്കുകയും ഹദിയ ചെയ്യുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവറുകളുടെ ഷജറ സിൽസില, പ്രത്യേകിച്ചും അവിടുത്തെ ഖാദ്രിയ, ഇമാദിയ, ശാലിയാത്തിയ സിൽസില, അതുപോലെ ഖാദ്രിയ, റൽവിയ, അസ്ഹരിയ, ശാലിയാത്തിയ സിൽസില തുടങ്ങിയ സിൽസിലയിൽ പറ്റുന്നതെല്ലാം ഓതി അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ മശായിഖിനെയും തവസ്സുല് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുഹറമിൽ വഫാത്തായ സർവ്വമഹാന്മാർ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ പല സിൽസിലകളിലുമുള്ള ബഹുമാനപ്പെട്ട റൈഹാനത്തുർ റസൂൽ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദെ കർബല, അതുപോലെ ഈ മാസം വഫാത്തായ കർബല ശുഹദാക്കൾ, അതുപോലെ ഖുത്ബുസ്സമാൻ മൗലദ്ദബീല മമ്പുറം തങ്ങൾ, അതുപോലെ ശിഹാബുദ്ദീൻ സുഹർവർദി, അബുൽ ഹസൻ ഖർഖാനി, സയ്യിദു ഷാ ബർക്കത്തുല്ലാഹിൽ മാറഹ്റബി, അതുപോലെ ഫുദൈൽ ബിൻ ഇയാദ്, അതുപോലെ ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി അടക്കമുള്ള ഒരുപാട് മഹാന്മാർ. ഇതെല്ലാം ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ പല സിൽസിലകളിലും ഉള്ള മഹത്തുക്കളാണ്. അള്ളാഹു ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ മഹദൂ മഷറഫ് സിംനാനി അടക്കമുള്ള ഒരുപാട് മഹാന്മാർ ഈ മാസം വഫാത്തായിട്ടുണ്ട്. അള്ളാഹു ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തി, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ സഹപാഠിയും കൂടിയായ ഇമാം അഹമ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹിയുടെ രണ്ടാമത്തെ മകനും കൂടിയായ ബഹുമാനപ്പെട്ട മുഫ്തിൽ ആലം ബിൽ ഹിന്ദ് അലാമ മുസ്തഫ റളാ ഖാൻ അൽ ഖാദിർ ബരലവി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി എഴുതിയ ബദ്രിയത്ത്, ഉഹദിയത്ത്, അതുപോലെ ബദ്രിയത്തുൽ ഹംസയുടെ ഷറഹ്, അതുപോലെ അവിടുത്തെ തസ്നീഫാത്ത് റാത്തിബത്തുൽ അസ്ഹരിയ ലിസുല്ലാക്കി ത്വരീഖത്തുൽ ഖാദിരിയ അടക്കമുള്ള ഒരുപാട് വലായിഫുകൾ, ഇജാസാത്തുകൾ, അതിൻ്റെയൊക്കെ സനദുകളിലുള്ള സർവ്വമഹത്തുക്കൾ, അതുപോലെ മഹാനവറുകൾ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അൽ ഫതാബ് റൽവിയ, അതുപോലെ അൽ ഫതാബ് ദീനിയ ബി തൻകബിൽ ഹഫലത്തുൽ ഐക്കിയ, ദഫുഷറുൽ അസീർ, അതുപോലെ ഇർഷാദാത്തുൽ ജിഫ്രിയ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, അതുപോലെ മൗലിദുൽ അസ്ഹർ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഓരോ ഹർഫുകളെ ബറക്കത്തുകൊണ്ട് അള്ളാഹ് അവിടുന്ന് എഴുതിയ തൈലീഖാത്തുൽ അസ്ഹരിയ അലൽ കുതുബിൽ അറബിയുടെ ഓരോ ഹർഫുകളെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനവറുകളുടെയും അവിടുത്തെ അഷ്യാഖിൻ്റെയും അവിടുത്തെ അസ്ലാഫിൻ്റെയും അവിടുത്തെ അഖ്ലാഫിൻ്റെയും റഹിമ എല്ലാവരുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അതോടുകൂടെ മഹാനായ ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മശായിഖിന്റെ സിൽസിലകൾ, ആ മഹാന്മാരായ മശായിഖിന്റെ സിൽസിലകൾ നമ്മൾ എപ്പോഴും ചെല്ലുകയും അല്ലെങ്കിൽ അവർ പുണ്യ പേരുകളെ കൊണ്ടും ആ മഹത്തുക്കളെ കൊണ്ട് തവസ്സുലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. കണ്ണാടിക്ക് ടോർച്ചടിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം നമുക്കാണല്ലോ ലഭിക്കുക എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ അജ്വീബത്തുൻ അയിമത്തുൽ ഫുഖഹാഇ വസൂഫിയ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും അതുപോലെ മീസാനു ശരീഅത്തുൽ കുബ്ര 1-ാം വാല്യം 54-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പുണ്യവാക്ക്, അന്ന അയിമത്തുൽ ഫുഖഹാഇ വസൂഫിയ كلهم يشفعون في مقلديهم ويلاحظون أحدهم عند طلوع روحه وعند سؤال منكر ونكير له وعند النشر والحشر والحساب والميزان والصراط ولا يغفلون عنهم في موقف من المواقف. അതായത് ഫുഖഹാക്കളായ ഇമാമിങ്ങൾ, സൂഫിയാക്കളായ ഇമാമിങ്ങൾ അവർ മുഴുവനും അവരെ അംഗീകരിക്കുന്നവരെ ഷഫാഅത്ത് ചെയ്യും. അവർ റൂഹ് പിടിക്കുന്ന സമയത്ത്, അതുപോലെ മുൻകർ നക്കീർ അലൈഹിമസ്സലാം സുആൽ നടത്തുന്ന സമയത്ത്, അതുപോലെ മഹ്ശറയിൽ വെച്ചിട്ട്, അങ്ങനെയുള്ള എല്ലാ അഹ്വാല് സമയം, ഹിസാബിൻ്റെ സമയം, മീസാന്റെ സമയം, സിറാത്ത് എന്ന ആ പാലിൽ കടക്കുന്ന സമയം, ഏത് സമയത്തും ഈ മഹത്തുക്കൾ പ്രത്യേകമായി അവർ തവസ്സുലാക്കുന്നവരെ, അവരെ മുഖല്ലിദീങ്ങളെ, അവരെ അംഗീകരിക്കുന്ന, അവരെ ഇത്തിബാ ചെയ്യുന്നവരെ പ്രത്യേകമായി കണക്കിലെടുക്കുമെന്നും വലാ യഗ്ഫുലൂന അൻഹും ഫീ മൗഖിഫിൻ മിനൽ മവാഖിഫ്, ഒരു സ്ഥലത്തും അവർ അശ്രദ്ധ കാണിക്കൂല എന്നും ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി മീസാനു ശരീഅത്തുൽ കുബ്ര 1-ാം വാല്യം 54-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നഖാഉസ് സുലാഫ ഫി അഹ്കാമിൽ ബൈഅത്തി വൽ ഖിലാഫ 1319-ാമത്തെ ഹിജ്റയിൽ എഴുതിയ, അതുപോലെ ലത്വഅൻ നബവിയ ഫിൽ ഫതാവ റൾവിയ 21-ാം വാല്യം 464-465-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മൾ ഈ മഹാന്മാരെ എപ്പോഴും തവസ്സുലാക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, ഒരുപാട് നമുക്ക് അവരെ മദത് ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് സഹായങ്ങൾ ആ മഹത്തുക്കൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഈ മഹാന്മാരെ നമ്മൾ തവസ്സുലാക്കേണ്ടതുണ്ട്. മഹാനവറുകളുടെ സിൽസിലയിൽ പ്രത്യേകിച്ചും ഖാദിരിയ തുരീഖത്തിൻ്റെ ഹുസൈനി സാദാത്യങ്ങളെ മുഖേന വരുന്ന, അതുപോലെ ഹുസൈൻ റളിയല്ലാഹുവിലേക്ക് എത്തുന്ന ഒരുപാട് സിൽസിലകൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഹ്ലു ബൈത്തിനെ കാണാൻ കഴിയും. ആ അഹ്ലു ബൈത്തിന്റെ സനദിനെ സംബന്ധിച്ച് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് സനദിൽ പറഞ്ഞത് കാണാം, ലൗ ഖറഅത ഹാദൽ ഇസ്നാദ് അലാ മജ്നൂനിൻ ലബറഅ ബിഇദ്നില്ലാഹ്. അത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാഇഖുൽ മുഹ്രിഖ ഫി റദ്ദി അലാ അഹ്ലിൽ ബിദ്അ വസൈഗ് വസന്ദഖ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയതായി കാണാം. മഹത്വമേറിയ സനദ്. അതായത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകൻ സയ്യിദുനാ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ മുഹമ്മദ് ഇബ്നു അലി അൽ ബാഖിർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ സയ്യിദുനാ ജഅഫർ ഇബ്നു മുഹമ്മദ് സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ മൂസൽ കാദിം റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ അലിയുർ റിള റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തുടങ്ങിയ സിൽസിലകൾ, അഹ്ലു ബൈത്തിന്റെ സിൽസില, അവിടുത്തെ മശായിഖിന്റെ സിൽസില വലിയ പുണ്യമേറിയതാണ്. അതിനെ സംബന്ധിച്ചാണ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു സനദിൽ പറഞ്ഞത്, ആ സനദിനെ സംബന്ധിച്ച്. അതുപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാഇഖുൽ മുഹ്രിഖയിൽ പറഞ്ഞത്. അതുപോലെ നമ്മുടെ മഹത്തുക്കളൊക്കെ ബഹുമാനപ്പെട്ട കർബല ശുഹദാക്കൾ, ബദ്ർ ശുഹദാക്കൾ, ഉഹുദ് ശുഹദാക്കൾ, അല്ലാഹു തആല മഹാന്മാരുടെ ദർജാത്ത് ഉയർത്തട്ടെ. സ്വഹാബത്തിനെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുന്നവരാണല്ലോ യഥാർത്ഥ സുന്നി. അതുകൊണ്ട് ബദ്രീങ്ങളുടെയും ഉഹദീകളുടെയും തവസ്സുൽ നമ്മൾ ആക്കാറുണ്ട്. അതുപോലെ കർബല ശുഹദാക്കൾ, പ്രത്യേകിച്ചും സാദാത്തുന ശുഹദാഉൽ കർബലിയൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുസ്ലിം ഇബ്നു അഖീൽ, അവിടുത്തെ 2 മക്കൾ മുഹമ്മദ് ഇബ്രാഹിം, അതുപോലെ ഖൈസ് ഹുർ അടക്കമുള്ള നമ്മുടെ സാദാത്യങ്ങൾ, അതുപോലെ സയ്യിദുന ജഅഫർ, സയ്യിദുന അബ്ദുറഹ്മാൻ, സയ്യിദുന അബ്ദുല്ലാഹി അഖീൽ എന്നവരുടെ മക്കളായ ഈ മഹത്തുക്കൾ, അതുപോലെ അബ്ദുല്ലാഹി മുസ്ലിം ഇബ്നു അഖീൽ, മുഹമ്മദ് എന്നവരും ഉസ്മാൻ എന്നവരും അബ്ദുല്ലാഹ് ജഅഫർ അലി റളിയല്ലാഹുവിന്റെ മക്കളായ, അതുപോലെ ഖാസിമുൽ ഹസൻ മുജ്തബ, സയ്യിദുന അലിയുൽ അക്ബർ, സയ്യിദുന അലിയുൽ അസ്ഗർ, ഇമാം ഹസൻ റളിയല്ലാഹുവിന്റെ മക്കളായ, അതുപോലെ സയ്യിദുന അബ്ബാസ് സ്വാഹിബു അലം, കൊടി പിടിച്ചിരുന്ന ആ സയ്യിദുന
അബ്ബാസ് റളിയല്ലാഹു അൻഹും അവരാണ് കർബല ശുഹദാക്കൾ. ആ മഹാന്മാരുടെയൊക്കെ ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുകൊണ്ട് നാം പ്രത്യേകിച്ചും ഈ അഹ്ലു ബൈത്തിനെയും സ്വഹാബത്തിനെയും അഷ്യാഖിനെയും എല്ലാം തവസ്സുൽ ചെയ്ത് നമ്മുടെ ഇരുവീട്ടിലും വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസിൻ്റെ മുമ്പ് ഈ മഹാന്മാരുടെയൊക്കെ തവസ്സുലാക്കി ധാരാളം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ അവിടുത്തെ സനദുകളും സിൽസിലും ഓതാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ ഖത്മുൽ ഖുർആൻ സമയം, ഇതാഖത്തുൽ സുഗ്റ സമയം, ഇതാഖത്തുൽ കുബ്ര സമയം, അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ മഹാന്മാരൊക്കെ നമ്മൾ ഹദിയ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ ശിയാഖ്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റള, അതുപോലെ ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലി ശാരിയാത്തി, അതുപോലെ മുഹദ്ദിസുൽ ജലീൽ അലി മുസ്ലിയാർ അടക്കമുള്ള, അതുപോലെ വെല്ലൂർ ദാറു സുറൂരിലെ മശായിഖുകൾ ഷാ റുക്നുദ്ദീൻ വെല്ലൂരി അടക്കമുള്ള ആ മഹാന്മാരുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉറൂസ് അസ്ഹർ ശാരിയാത്തി യൗമുൽ മശായിഖ് മുഹറം 27. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉറൂസ് ദിനത്തിൻ്റെയും അതിൻ്റെ മാഖബല്, മാബാദ്, ഈ മഹത്തുക്കളുടെ എല്ലാ നിലക്കുള്ള മദദ്, ഹിമായത്ത്, ഷഫാഅത്ത്, ഈ മേരിയ ദിനങ്ങളുടെ എല്ലാ സമറാത്ത്, ഫവായിദുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.